തളിക്കുളം പ്രവാസി അസോസിയേഷൻ UAEയുടെ 21ാം വാർഷികാഘോഷവും കുടുംബസംഗമവും ആഘോഷിച്ചു. പ്രസിഡന്റ് EK ബഷീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി TK ഇബ്രാഹിംകുട്ടി സ്വാഗതം പറഞ്ഞു. നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുത്ത തളിക്കുളം പഞ്ചായത്തിലെ 18 വാർഡുകളിലെ 70 കഴിഞ്ഞ വിധവകളായ അമ്മമാർക്കുള്ള ഓണക്കോടിയും കൈനീട്ടവും തൃശൂർ മുൻ MP TN പ്രതാപൻ വിതരണം ചെയ്തു. കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാരം DYSP VK രാജു വിതരണം ചെയ്തു. സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് ഗഫൂർ തളിക്കുളം ആമുഖ പ്രഭാഷണം നടത്തി. ദേവരാജ് കൊല്ലാറ, KS ബൈജു, EY സുധീർ, വാസൻ കോഴിപ്പറമ്പിൽ, TU സുഭാഷ് ചന്ദ്രൻ, PK രാമചന്ദ്രൻ, AK വാസൻ, ശശി വല്ലത്ത്, ധർമ്മൻ മേലെടുത്ത തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിൻ റിതം റോക്സിന്റെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളെയും അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് തൊഴിൽ ലഭിക്കുന്നതിന് ആവശ്യമായ ചില സഹായങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏത് രീതിയിലാണ് ഈ വിഭാഗത്തെ സംരക്ഷിക്കാൻ കഴിയുക? അതിന്റെ തുടക്കം 3 മേഖലയിൽ: 1 ചെറുപ്പ് ബ്ലോക്ക്, 2 അന്തിക്കാട് ബ്ലോക്ക്, 3 തളിക്കുളം ബ്ലോക്ക്. അടുത്ത ദിവസം തളിക്കുളം ബ്ലോക്കിൽ നമ്മളെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് ഇതൊക്കെ കൂടി ഒരുമിച്ച് നമ്മുടെ മേഖലയിൽ വരുമ്പോൾ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇടപെടൽ നമുക്ക് ഉണ്ടാകണം. ഇതിൻ്റെ അകത്ത് വേറെ സർക്കാരാണെന്നോ രാഷ്ട്രീയമോ നോക്കേണ്ടത് നമ്മുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പട്ടികയിൽ നിന്നും നല്ല ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രാഥമികമായ ഇടപെടൽ ഈ രംഗത്ത് ഉണ്ടാകണം. പലർക്കും വളരെ വ്യത്യസ്തമായ രാഷ്ട്രീയ മനോഭാവം ഉണ്ടാകും. എനിക്ക് അങ്ങനെയില്ല. ഞാൻ നല്ല രാഷ്ട്രീയമുള്ള ആളാണ്. പക്ഷേ ഈ രംഗത്ത് പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ മാതൃകാപരമായ മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. സർക്കാർ തരുന്ന ആനുകൂല്യങ്ങൾ നിരന്തരമായി നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിച്ചു പോകുന്നതിൽ നമ്മൾ കൂട്ടായുള്ള പ്രവാസിക പ്രവർത്തനം അനിവാര്യമാണ്. ആ അനിവാര്യത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുകളിൽ നമ്മുടെ പ്രവാസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയുമ്പോൾ ഒരുപാട് നമുക്ക് ഇനിയും നമ്മുടെ ദേശീയത്തിൽ സംസാരിക്കാൻ, മറ്റുള്ള ആൾക്കാർക്ക് സംസാരിക്കാൻ കൂടുതൽ നടക്കുന്നില്ല. എന്തായാലും മാതൃകാപരമായ രീതിയിലേക്ക് പ്രവർത്തിക്കുന്ന പ്രവാസി ബന്ധപ്പെട്ട അംഗങ്ങളുടെ പ്രവർത്തന ശൈലി പ്രത്യേകിച്ച് തളിക്കുളം പ്രദേശത്ത് മാതൃകാപരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു. അതിനൊക്കെ നല്ല രീതിയിൽ നോക്കിക്കാണാനും വരും കാലങ്ങളിൽ
വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ പ്രദേശത്ത് ഗ്രാമത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നമ്മളും പ്രവാസി അംഗങ്ങൾ ഒരുമയോടെ മുൻകുടുംബാംഗങ്ങൾ ഒരുമയോടെ മുന്നോട്ട് പോയാൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തന്നെയാണ് സ്വർഗം സ്വർഗം സ്വർഗം. അതൊന്നും കൂടി സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കിട്ടിയ അവസരമാണ് തലക്കുളം പ്രവാസി അസോസിയേഷൻ ഇന്ന് ഈ 21ാം വാർഷികത്തിന്റെ ഭാഗമായി ഈ സമാപനത്തിൽ ഈ പഞ്ചായത്തിന് നമ്മുടെ പഞ്ചായത്തിലെ 19 അമ്മമാരെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്നു. സത്യം ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടില്ല. ഞാൻ ബഷീറോടും ഗഫൂറോടും വാസറോടും പറഞ്ഞു ഇവിടെ നിങ്ങളെ പോലെ ഉച്ചയ്ക്ക് ഓണമൊന്നും, കാരണം അത്തം വരാൻ ഇനി 3-4 ദിവസമുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് ഓണസദ്യ പോലെ നല്ല വെജിറ്റേറിയൻ ഭക്ഷണമാണെന്ന് പറഞ്ഞപ്പോൾ നല്ല ഭക്ഷണം കിടന്ന തൃശ്ശൂരിൽ നിന്നും കാഴ്ചയിൽ നിന്നും കഴിക്കാൻ ഞാൻ നിങ്ങൾ വന്നത്. പക്ഷെ എനിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഈ അമ്മമാരുടെ വായിൽ ഒരു തരി കേക്ക് വെച്ച് കൊടുത്തപ്പോഴും അവരുടെ കയ്യിലേക്ക് പ്രവാസി അസോസിയേഷനിൽ ഒരു ഓണപ്പുടവ കൊടുത്തപ്പോൾ
അവരുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അവർ കണ്ണിൽ കണ്ട ഒരു സ്നേഹവും ആനന്ദവുമുണ്ട്. 1000 പാൽപ്പായസം കഴിച്ചാലും അങ്ങനെ ഒരു ആനന്ദം ഉണ്ടാകില്ല. 5 ഒരു പക്ഷേ 5 സദ്യ ഒരുമിച്ചുണ്ട വിചാരത്തോടു കൂടിയാണ് ഈ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇനിയും പ്രവാസി അസോസിയേഷൻ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. ഏറ്റവും അവസാനം തലക്കുളം സ്നേഹതീരത്ത് ഒരു പബ്ലിക് ലൈബ്രറി ആരംഭിച്ചു കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി. ഇപ്പൊ അത് 100ഓളം കുട്ടികൾ അവിടെ പുസ്തകങ്ങൾക്ക് വായിക്കാൻ വേണ്ടി വരുന്നുണ്ട്.